ഈ ദുരന്ത മേഖലയിൽ ഇന്ന് സംഭവിച്ചത് വയനാട് കള്ളാടിയിൽ 4ാം ദിവസം തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് രാവിലെയോടുകൂടി കാണാതായ സർവേയർ രാകേഷ് ഗുജായത്തിന്റെ മൃതദേഹം മീനാക്ഷി പുഴക്കരയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7ആയി. മന്ത്രി KM ഷാജി അപകടസ്ഥലം സന്ദർശിച്ചു. തുടർച്ചയായ 2ാം ദിവസവും കള്ളാടിയിൽ കാലാവസ്ഥ അനുകൂലമായതിനാൽ തന്നെ തിരച്ചിൽ ദൗത്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. മീനാക്ഷി പുഴയുടെ ഇരുകരകളിലാണ് ഇപ്പോൾ കാര്യമായ തിരച്ചിൽ നടക്കുന്നത്. കടാവർ നായകളെയും അതോടൊപ്പം തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങളും തിരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട്. അത് കൃത്യമായ രീതിയിൽ തന്നെ ആ ഒരു ദൗത്യത്തിന് വേഗത പകരുന്നുണ്ട്. അതിനൊപ്പം തന്നെ 50ഓളം ആളുകൾ അടങ്ങുന്ന NDRF അഗ്നിശമന സേന അംഗങ്ങളുണ്ട്. തുർക്കി ജീവൻ രക്ഷാ സംഘം എന്ന വയനാട്ടിലെ തദ്ദേശീയരായിട്ടുള്ള രക്ഷാപ്രവർത്തകരുടെ സംഘവും അതിനോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ഒരു വേഗത ഉണ്ടാവുന്നു. മാത്രമല്ല പരിപൂർണമായി മുഴുവൻ ഏരിയകളിലും ഒരേ സമയം തന്നെ ദൗത്യം നടത്താൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഈ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പിന്നീട് മന്ത്രി KM ഷാജിയും അതോടൊപ്പം തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഇവിടെ സന്ദർശിച്ചു. പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ ലീഗിൻ്റെതായിട്ടുള്ള ഒരു നിലപാട് അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് പാണക്കാട് തങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞത്. ഇന്ന് ഒരു മൃതദേഹം കൂടി ഇവിടെ നിന്ന് കണ്ടെത്തുകയുണ്ടായി. ദിലീപ് ബിൽഡ്കോൺ കമ്പനിയിലെ സർവേയർ ആയിട്ടുള്ള രാകേഷ് ഗുജയത്തിന്റെ മൃതദേഹമാണ് മീനാക്ഷി പുഴക്കരയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. പശ്ചിമ ബംഗാളിലെ ഈസ്റ്റ് മിഡ്നാപൂർ സ്വദേശിയാണ് രാകേഷ് ഗുജയത്ത്. രാകേഷിന്റെ ബന്ധുക്കളെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. പിന്നീട് ബന്ധുക്കളോടൊപ്പം തന്നെ അഗ്നിശമന സേനാംഗങ്ങളും മൃതദേഹത്തെ അനുഗമിച്ചു. മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എബാമിംഗ് നടപടികൾക്കായി കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും. ഇനിയിപ്പോൾ ഒരാളുടെ മൃതദേഹം കൂടിയാണ് ഇവിടെ കണ്ടെത്താനായുള്ളത്. പ്രൊജക്ട് മാനേജറായിട്ടുള്ള വിക്രം റാണയുടെ ഇതാണ് ആ മൃതദേഹം. കാലാവസ്ഥ ഇതുപോലെ തന്നെ അനുകൂലമായി തുടരുകയാണെങ്കിൽ തിരച്ചിൽ ഇന്ന് തന്നെ പൂർത്തീകരിക്കാമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം. ഷീൻ നരിപ്പറ്റയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കള്ളാടി.